കാശി നിൽക്ക് ഞാനും വരട്ടെ. യെസ് ഗൈസ്, അങ്ങനെ ദേ കാശിക്കുട്ടൻ്റെ പുസ്തകം പൂജ വയ്ക്കാൻ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം നഴ്സറിയിലായിരുന്നുകൊണ്ട് ഒരു സ്ലൈറ്റ് പൂജ വയ്ക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ LKG-യിലായതുകൊണ്ട് 3-4 പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാശിക്ക് തന്നെയാണ് പുസ്തകങ്ങളെല്ലാം എടുത്തു തന്നത് കേട്ടോ, പൂജ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് പുസ്തകം എടുത്തുകൊണ്ട് അമ്പലത്തിലോട്ട് ഓടുന്നതേ കണ്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണേലും വലിയ കുട്ടികൾക്കാണേലും പുസ്തകം പൂജ വയ്ക്കണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം കുറച്ച് ദിവസത്തേക്ക് ഇനി പഠിക്കുകയൊന്നും വേണ്ടല്ലോ. പക്ഷേ കാശിക്ക് അറിയത്തില്ല കേട്ടോ, ഇനി 2 ദിവസത്തേക്ക് എഴുതാനും വായിക്കാനും ഒന്നും പാടില്ല എന്നുള്ള കാര്യം ആൾക്കറിയത്തില്ല. പക്ഷേ പുസ്തകത്തെ പൂജ വയ്ക്കാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കൊണ്ടുപോകണത് കണ്ടോ, നോക്കിയേ. അപ്പോൾ കുറേ അങ്ങ് ചെന്നപ്പോഴത്തേക്കും ആൾക്ക് കൈ കഴിച്ചു കേട്ടോ. കൈ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പുസ്തകം എൻ്റെ കയ്യിലേക്ക് തന്നു. കാരണം അത്യാവശ്യം ഒരു 3-4 ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ദൂരം തന്നെ എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി പാടമാണ് കേട്ടോ. പാടത്തിൻ്റെ ആ സൈഡിൽ ആകാശം നോക്കി എന്ത് ഭംഗിയാണെന്ന് കാശി അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ആൾ എനിക്കത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തു. ആകാശം അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആൾക്ക്. അവിടെ പാടമാണ്, പാടത്തിലൊക്കെ നല്ല വെള്ളം കയറി കിടക്കുവാണ്. 3-4 ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു ദേവീക്ഷേത്രത്തിലാണ് കാശിക്കുട്ടൻ്റെ പുസ്തകമൊക്കെ ഞങ്ങൾ പൂജ വയ്ക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ അടുത്തുള്ളവരെല്ലാവരും ഈ അമ്പലത്തിലാണ് പൂജ വയ്ക്കണത്. അങ്ങനെ പുസ്തകം പൂജ വയ്ക്കാനായിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പോൾ എല്ലാവർക്കും ദുർഗ്ഗാഷ്ടമി ആശംസകൾ, മഹാനവമി ആശംസകൾ.